കാലവർഷക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ സർക്കാരിന് വൻ വീഴ്ച സംഭവിച്ചു. സർക്കാർ വേണ്ട മുന്നൊരുക്കം നടത്തിയില്ല എന്ന വിമർശനം വളരെ പരക്കെയുണ്ട്, വളരെ ശക്തമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതെന്നും പരാതിയുണ്ട്. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ സർക്കാർ നൽകും. ഇടിവെട്ടി പെയ്ത മഴയുടെ ദുരിതക്കടലിൽ ജനങ്ങൾ മുങ്ങി നിൽക്കുമ്പോൾ സർക്കാർ നിർജ്ജീവമാണെന്ന വിമർശനം എങ്ങും ഉയരുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 15ആയി ഉയർന്നു. കാണാതായവരുടെ എണ്ണം 6ആയി. പത്തനംതിട്ട മൂഴിയാർ ഡാമും കക്കയം ഡാമും തുറന്നു. അതേസമയം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം ശക്തമാണ്. മഴ മുന്നൊരുക്കം നടത്തുന്നതിൽ സർക്കാർ ഒരു ഇടപെടലും നടത്തിയില്ല. ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ ഓറഞ്ച് ബുക്ക് പോലും സർക്കാർ അവഗണിച്ചു. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമുണ്ടായില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് സമയത്ത് ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ടായി. കോഴഞ്ചേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പ് ഇരുട്ടിലായപ്പോൾ CPIM പ്രവർത്തകരാണ് രാത്രിയെത്തി ജനറേറ്റർ സ്ഥാപിച്ചത്. കടലാക്രമണത്തിലും ദുരിതങ്ങൾ വർദ്ധിക്കുകയാണ്. കൊച്ചി, കണ്ണമാലി മേഖലകളിൽ നിരവധി വീടുകൾ തകർന്നു. കൊല്ലത്തും കടലാക്രമണം രൂക്ഷമാണ്. കടലാക്രമണ ഭീതിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് സൗജന്യ റേഷനോ മറ്റ് സഹായമോ സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചില്ല. LDF സർക്കാരിൻ്റെ 10 വർഷക്കാലം പ്രളയകാലങ്ങളിൽ സർക്കാർ നടത്തിയ ഇടപെടലുകൾ UDF സർക്കാർ മാതൃകയാക്കണമെന്ന് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.